ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെജിറ്റേറിയൻ വിഭവം തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സദ്യയിലെ പ്രധാനിയായിട്ടുള്ള കൂട്ടുകറിയാണ്. കൂട്ടുകറിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ നല്ല രുചികരമായിട്ടുള്ളൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ്. അപ്പം ഞാൻ അതെങ്ങനെയാണ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. കൂട്ടുകറിക്കായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്ന 3 സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ചേന, പച്ച ഏത്തക്കായ, അതോടൊപ്പം തന്നെ കടല ഞാൻ ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ചേന ഞാൻ ഒരു മീഡിയം സൈസ് ചേനയുടെ 1/4 ഭാഗവും 2 ഏത്തക്ക, ചെറിയ ഏത്തക്കയും 1 കപ്പ് കടലയുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത്, ചേനയ്ക്ക് വേവ് കൂടുതലായതും കൊണ്ട് ചേന നമുക്ക് ആദ്യം പകുതി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കായയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് മൊത്തത്തിൽ വേവിച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് ചേന വേവാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് പകുതി വേവിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പൂടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 പിടി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂണിനടുത്തുള്ള കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, പിന്നെ 3-4 ചെറിയ ഉള്ളി. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒത്തിരി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചേന ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായൊക്കെ അരിഞ്ഞിട്ട് നമ്മളത് അന്നേരം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് കറുത്ത് പോകും, ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ, മത്തങ്ങ, അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതൊരു നാടൻ രീതിയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പം ഇത് എല്ലാം വെന്തിട്ടുണ്ട്, കായയും ചേനയും എല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി. നമുക്കിനി ഇതിലേക്ക് അരച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ചതയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ മതി, ഒത്തിരി ചതഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ കൂട്ടുകറിക്ക് ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം. ഒത്തിരി വേണ്ട, എന്നാലും കുറച്ചൊരു മുൻപന്തിയിൽ നിൽക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, കടലയ്ക്ക് മാത്രമേ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ എടുക്കുമ്പം എപ്പോഴും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അരച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ വറുത്തിടുന്നതിലാണ് നമ്മുടെ ഈ കൂട്ടുകറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പകുതി ഒന്ന് തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഞാൻ കറിവേപ്പിലയും വറ്റൽ മുളകും അതോടൊപ്പം തന്നെ കുറച്ച് കാഷ്നട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ടൊക്കെ ഈ പറഞ്ഞ പോലെ തികച്ചും ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്. ചില കല്യാണ സദ്യക്കൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കാഷ്നട്ട് കിട്ടാറുണ്ട്. ടേസ്റ്റ് കൂടും, പക്ഷെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ഇത് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കൂട്ടുകറി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകറി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റേറിയൻ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. അപ്പം മറക്കരുത്, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കമൻറ്റിൽ കൂടെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.